ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് അപ്ഡേറ്റുകൾ കവർ ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കും. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ്.സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. ചെന്നൈയിൻ എഫ്.സി താരമായ അൻകിത് മുഖർജി വീണ്ടും തിരിച്ചു വരികയാണ്. അവരുടെ ട്രെയിനിങ് സെക്ഷനെ അദ്ദേഹം ജോയിൻ ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് നോർത്ത് ഈസ്റ്റുമായിട്ട് നടന്ന മാച്ചിൽ, ഒക്ടോബറിൽ നടന്നൊരു മാച്ചിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോയിരുന്നു. സോ അദ്ദേഹം പരിക്ക് മാറി വീണ്ടും ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തു. ഇനി അടുത്ത മത്സരത്തിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അവരുടെ ഫസ്റ്റ് ചോയ്സ് പ്ലെയർ തന്നെയാണ് അദ്ദേഹം. അവരിപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം അടുത്ത കളി ഇറങ്ങുമെന്ന്. എന്തായാലും ഇപ്പോൾ ട്രെയിനിങ് സെക്ഷനിൽ ജോയിൻ ചെയ്യുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും നമുക്കറിയാം ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ ലേറ്റായിപ്പോൾ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് കവർ ചെയ്യാൻ. എന്തായാലും ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ ആശിഷ് റായ്, ഗ്രെഗ് സ്റ്റുവർട്ട് തുടങ്ങിയ താരങ്ങളെ ഒന്നും അവരുടെ പ്ലേയിങ് ലെവലിൽ കാണാനുള്ള സാധ്യതകളില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഗ്രെഗ് സ്റ്റുവർട്ടിന് ഇപ്പോഴും നീ ഇഞ്ചുറി ഉണ്ടെന്നാണ് ജോസെ മൊളീന ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആശിഷ് റായ് ഉണ്ടാകില്ല, അദ്ദേഹത്തിനും ചെറിയ പരിക്കുണ്ടെന്ന നേരത്തെയുള്ള വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും രണ്ടുപേരും ഇന്നത്തെ കളിയിൽ ഉണ്ടാകില്ല. അത് പരിക്ക് കാരണമാണ്. നിങ്ങൾ കളി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ടുപേരെയും സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ പോലും ഇല്ല. അത് പരിക്ക് കാരണമാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രബീർ ദാസുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റാണ്. എന്തായാലും പ്രബീർ ദാസ് തിരിച്ചു വരികയാണ്. അദ്ദേഹം ഇതിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈ ഒരു കാര്യം നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. സോ എന്തായാലും നല്ല കാര്യമാണ്. എന്തായാലും അദ്ദേഹം വരുമ്പോൾ റൈറ്റ് ബാക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ക്രോസിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമുക്കറിയാം സന്ദീപ് സിംഗ് ആണെങ്കിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യും, പക്ഷേ ക്രോസ് ചെയ്യാൻ അറിയില്ല. നമ്മുടെ പ്രബീർ ദാസ് ആണെങ്കിൽ നല്ല രീതിയിൽ ക്രോസ് ചെയ്യും, പക്ഷേ ഡിഫെൻഡ് ചെയ്യാൻ അറിയത്തില്ല. സോ ഇത് രണ്ടും ഒരുമിച്ചുള്ള ഒരു റൈറ്റ് ബാക്ക് നമുക്കില്ല. പ്രബീർ ദാസ് വന്നാലും ഡിഫെൻസീവ്ലി നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും. സോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രബീർ ദാസിനെ കളിപ്പിക്കുകയാണെങ്കിൽ റൈറ്റ് വിങ് കളിപ്പിക്കാൻ പറ്റും. റൈറ്റ് വിങ് അദ്ദേഹം നല്ലവണ്ണം കളിക്കും, അല്ലെങ്കിൽ RMFO അങ്ങനെയൊക്കെ എന്തെങ്കിലും കളിപ്പിക്കണം, റൈറ്റ് മിഡ്ഫീൽഡ് വല്ലതും കളിപ്പിക്കണം. സോ നമുക്ക് കണ്ടറിയാം എന്താണ് കോച്ച് തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും അതിൻ്റെ ഫേസ് മാസ്ക് ഒക്കെ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഫേസ് മാസ്ക് ട്രെയിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സോ അദ്ദേഹം തിരിച്ചു വരും.